മൊബൈൽ ക്യാമറയും കൊണ്ട് ഈ ഓൺലൈൻ മീഡിയാസ് വലിഞ്ഞു കയറിയാണ് പല ഉദ്ഘാടന വേദികളിലും പോകുന്നതാണ് പൊതുവേ ഒരു ആക്ഷേപം. പക്ഷെ എനിക്കങ്ങനെ പറയാനില്ല. കാരണം വണ്ടി സഹിതം ബുക്ക് ചെയ്തിട്ടാണ് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്, ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന പലരും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് വലിയ കൂടിയ വണ്ടികളിൽ കൊണ്ടുവിടുക, അതുപോലെ തന്നെ വൈകിട്ട് ബാറ്റ കാശും കൊടുക്കുക. അതായത് ഈ പറയുന്ന ചില മീഡിയസ് വലിയ മാധ്യമങ്ങളായിരിക്കും, അവർക്ക് വേറെ കല്ല് കാശ് കൊടുക്കും, അല്ലാതെ തുടക്കക്കാർക്ക് അതിൻ്റെതായ കാശ് കൊടുക്കും. ഇവിടെ എനിക്ക് ഇത് തീർക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇവരെ കാണാതിരിക്കുക, ആളുകൾ കാണാതിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ആ വിഷമം തീർന്നേ, ആൾ കുറയുവേ. രണ്ടാമത്, നിങ്ങളുടെ വീഡിയോ മോശമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ തയ്യാറാകുക. ഈ രണ്ട് വിഭാഗം ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കും. അതല്ല എന്നിട്ട് റീച്ച് കൂടുക, മില്യൺ ആവുക. അപ്പൊ പിന്നെ ആരെന്ത് ചെയ്യണം? നെഗറ്റീവ് വരുമ്പോഴാണ് മില്യൺ ആയിട്ട് വരുന്നത്. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മറുവശം. സപ്പോർട്ട് അല്ല, ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന രാത്രി ആകുമ്പോൾ പതുക്കെ കയറുമെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിനകത്ത് മെയിൻ കാര്യം. ഞാൻ പറഞ്ഞേ, ഈ പഴയ വനിതയും ഒക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ സിനിമയുടെ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് മറിച്ചിട്ടേ ഇങ്ങനെ നോക്കുന്ന ആളുകളെ എനിക്കറിയായിരുന്നു, പാവാടയുടെ അടിഭാഗം കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുള്ള നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുമ്പോഴത്തേക്കും കാണാതിരിക്കുമോ?